Vishu was welcomed at Amartpuri with Vishu Tenitam, a green initiative to plant native trees and revive nature's rhythms. Led by Ayud, the movement continues across Kerala, with youth distributing seeds and saplings as acts of hope and harmony. In her Vishu message, Amma reminded us that even in moments when everything around us seems dark, Vishu conveys the message of the mind's strength and expansiveness to see the light. അടിമുടി പൂത്തുലി നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ള ഒരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതചര്യ, ഐക്യവും സ്നേഹവും തുടിക്കുന്ന കുടുംബജീവിതം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം എന്നുള്ള കുടുംബ പാഠം, ഇവിടെയെല്ലാം സന്ദേശം വിഷുക്കണി ഉൾക്കൊള്ളുന്നു. വിഷു നൽകുന്ന മറ്റൊരു പ്രധാനമായ സന്ദേശം പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷികൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവങ്ങളുമായി നമ്മൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം അവരുടെ ജീവിതമായി താളലയത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. മാത്രമല്ല, പ്രകൃതി സകല ജലാശയങ്ങളും പരസ്പര ആശ്രയത്തിലാണ് നിലകൊള്ളുന്നത്. പ്രകൃതി സസ്യങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യ ജീവിതം സാധ്യമാകുന്നത്. അവയില്ലെങ്കിൽ മനുഷ്യമില്ല, മനുഷ്യ സംസ്കാരവും ഇല്ല. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഐക്യത്തിൻ്റെയും പഴയതും പുതിയതുമായ തലമുറകളെ ബന്ധിപ്പിക്കുന്നതിൻ്റെയും പ്രതീകമാണ് വിഷു. ഇത് കേവലം ഒരു ആചാരമോ ആഘോഷമോ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട മഹത്തായ ഒരു ജീവിത സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകാശമാനമായ ഒരു ജീവിതത്തിന്റെ ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് വിഷു. ചുറ്റിനും ഇരുട്ടാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും പ്രകാശം കാണാനുള്ള മനസ്സിന്റെ ശക്തിയുടെയും വിശാലതയുടെയും സന്ദേശമാണ് വിഷു നൽകുന്നത്. ആ യാത്ര ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയോടും ജീവജാലങ്ങളോട് സ്നേഹബന്ധം വളർത്താനും പ്രകൃതി താളലയം വീണ്ടെടുക്കാനുള്ള കർമ്മങ്ങളിൽ മുഴുകാനും അങ്ങനെ ഭൗതികമായും ആത്മീയമായും വികസിക്കാനും നമുക്കെല്ലാം കഴിയട്ടെ. കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. Following Vishu Tenitam, various cultural programs were offered in Amma's presence.